പുതിയ ബാച്ചുകാർ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അമേസ് അക്കാഡമിയിൽ ഫെയർവെൽ ഇല്ല. ഓക്കെ, ഇവിടെ ഫെയർവെൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. ഞാൻ ഓൾറെഡി ഇവരോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഒരു ബാച്ചിനും ഫെയർവെൽ നടത്തിയിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ മാത്രമാണ്. അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് വെൽക്കം സ്പീച്ച് ആണ്. ആദ്യമേ ഞാൻ ഒരു കോട്ടിക്കട തുടങ്ങാം. എവരിബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ആൻഡ് എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. അതായത് സന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെയും ഏതൊരു വസ്തുവും നേർരേഖയിലുള്ള ചലനത്തിലോ നിശ്ചലമായ അവസ്ഥയിലോ തുടരുന്നതാണ് എന്ന ചലന നിയമത്തിൽ തുള്ളി നടന്ന നമ്മളെ ഹൈവേയിലൂടെ കയറി വെള്ളവും മണ്ണും മലയും കടന്ന് റെയിൽവേയിലൂടെ തീർക്കുമ്പോൾ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഷുവർ ഷോട്ട് കൺസെപ്റ്റുകൾ നമ്മളെ പഠിപ്പിച്ചു തരുന്ന അനൂപ് സാറിന് ഈ ഒരു ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതിയ ബാച്ചായിട്ട് മക്കളൻസ്. അപ്പോൾ നമ്മൾ അമേസ് അക്കാഡമിയിൽ ഫെയർവെൽ ഇല്ല. ഓക്കെ, ഇവിടെ ഫെയർവെൽ അതിൻ്റെ കൺസെപ്റ്റ് ഇല്ല. ഞാൻ ഓൾറെഡി ഇവരോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു ഒരു ബാച്ചിനും ഫെയർവെൽ നടത്തിയിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ മാത്രമാണ്. കാരണം ബേസിക്കലി നമ്മളിവിടെ ഫ്രണ്ട്സിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വന്നേക്കുന്നത് ഒരു പെർമനന്റ് ജോബ് കിട്ടാനാണ്. വെറുതെ ഒരു ജോബ് കിട്ടാനല്ല, ഈ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യാനല്ല. ഒരു എന്താ പറയുക, ഒരു പെർമനന്റ് സോഴ്സിൽ നിന്ന് ഇൻകം തരുന്ന രീതിയിലുള്ള ഒരു ഗവൺമെന്റ് ജോബ് കിട്ടാനാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടുന്നവരെ നിങ്ങളിവിടെ വേണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ പ്രാക്ടിക്കൽ കാര്യം ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ഇവിടെ നിൽക്കാൻ സാധിക്കത്തില്ല. അവർക്ക് തിരിച്ചു പോകേണ്ടി വരും. ഹോസ്റ്റലിലെ ഫീസ് എല്ലാം കൺസെപ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ മിക്കുന്നവരെല്ലാം നിൽക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബേസിക്കലി നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിതെല്ലാം പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോബ് വീട്ടിൽ അഡ്വൈസ് വരുന്നവരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഞാൻ വീണ്ടും കുന്നും കൂടെ ഔട്ട് പറയുന്നു, അതിനൊക്കെ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. നമ്മൾക്ക് ഒരു ഫെയർവെൽ നടത്തി എല്ലാവരും പാർട്ടി വിടുകയല്ല ചെയ്യുന്നത്. നമ്മളിതൊരു ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. ഒരു വൺ ടൈം ലേണിംഗ് കഴിഞ്ഞിട്ട് ഇനി നിങ്ങളോട്ട് ബാറ്റൺ കൈമാറുവാണ്. ഇനി നിങ്ങളുടെ നോട്ട്സ് എല്ലാം ഉണ്ട്. തിരിച്ച് പോയിട്ട് അത് വീണ്ടും ആട്ടിട്ട് പഠിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ റിവൈസ് ചെയ്ത് എനിക്ക് വേണ്ട റിസൾട്ടും വേണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കരിയർ എനിക്ക് കാണണം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വിജയം എന്ന് പറയാറ് നിങ്ങൾ ആ സർവീസിലേക്കാണ്. അല്ലെങ്കിൽ ഇവിടെ വന്ന് പഠിച്ചു ലിസ്റ്റിൽ കയറി ഒരു കാര്യമില്ല. ലിസ്റ്റിൽ കയറിയുള്ള ഒരു കാര്യം എപ്പോഴും പറയാൻ പാസ് ചെയ്യും. ക്ലാസ്സിലെ ഇന്റർവ്യൂവിലൊക്കെ എപ്പോഴും തന്നെ പറയാം, ലിസ്റ്റിൽ കയറിയൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഏത് ഡ്രീമാണ് നമുക്ക് വേണ്ടത് അത് കിട്ടണം. ആ ജോളി കിട്ടണം. ജോളോ അതിനകത്ത് ഒരു കോംപ്രമൈസ് നിങ്ങൾ എത്തരുത്. നിങ്ങൾ ഇവിടെ വന്നേക്കുന്നത് ഗവൺമെന്റ് ജോബ് കിട്ടാൻ അത് കിട്ടുന്ന വരെ വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത് ഫെയർവെൽ അല്ല. ഫെയർവെൽ കൺസെപ്റ്റ് നമ്മളെ പോലെ ഒരു അക്കാഡമിക്ക് ചേർന്നല്ല, നമ്മൾ ചെയ്തിട്ടില്ല. കാരണം ഫെയർവെൽ ഒരു റോങ് കൺസെപ്റ്റാണ്. ഇപ്പൊ നിങ്ങൾ ബിടെക് പഠിക്കാനാണെങ്കിൽ ബിടെക് ഞാൻ സർട്ടിഫിക്കറ്റ് തന്നിട്ട് ഫെയർവെൽ അത് വിടും, അത് വേറെ. ഇതല്ല. ഇത് പറഞ്ഞാൽ ഓക്കെ, വൺ ടൈം ലേണിംഗ് ഇവിടെ വരുന്നു. ഒരു 8 മാസം 6 8 10 മാസം ഇതിലൂടെ നിൽക്കുന്നു. ഒരു ഫുൾ റൗണ്ട് 24 സബ്ജക്ട്സ് ആദ്യം ഒന്ന് കവർ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഈ ജോബ് കിട്ടുന്നവരെ വീണ്ടും 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 സെക്കൻഡും തേർഡ് റിവിഷൻ നിങ്ങൾ എത്തിയാൽ ഞാൻ ഉറപ്പിക്കാം ടോപ്പ് 15 അത് ഉറപ്പായിട്ട് തരും.